വെൽക്കം ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആറ്റ്ലി അതുപോലെ തന്നെ അല്ലു അർജുൻ പടം ഇപ്പോൾ ക്യാൻസലായിരിക്കുകയാണ്. പടത്തിന് ഏകദേശം 80 കോടിക്ക് മേലെ ആറ്റ്ലി പ്രതിഫലം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രൊഡ്യൂസേഴ്സ് ഈ ഒരു പടം ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ആറ്റ്ലിയുടെ അടുത്തതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് ആറ്റ്ലി സംവിധാനം ചെയ്യാൻ പോകുന്ന അല്ലു അർജുനായിട്ട് സംവിധാനം ചെയ്യാൻ വെച്ചിരുന്ന അതേ സെയിം സ്റ്റോറി അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും സൽമാൻ ഖാനെ വെച്ച് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റാണ് വരുന്നത്. ഏകദേശം ആ ഒരു പ്രൊജക്റ്റ് ഓൺ ആവുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ആറ്റ്ലിക്ക് ഇത്രയും ഒരു പ്രതിഫലം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഈ ഒരു പടം ഓണാവുകയാണെങ്കിൽ എന്തായാലും സൽമാൻ ഖാൻ അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് ലോഡിംഗ് ആണ്. കാരണം ആറ്റ്ലി ജവാന് ഷാരൂഖ് ഖാന് നല്ലൊരു ഇൻഡസ്ട്രി ഹിറ്റ് കൊടുത്തു. എന്നാൽ അടുത്തതായിട്ട് ഇനി സൽമാൻ ഖാനുള്ള ഊഴമാണ്. എന്തായാലും ആറ്റ്ലിയുടെ ഒരു പണ്ണലെന്ന് പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റി മേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ആറ്റ്ലി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ പടം തന്നെ അടുത്തതായിട്ട് വരുന്നുള്ള കാര്യം ഷുവറാണ്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ അപ്ഡേറ്റ് ആണ്. വിനീത് ശ്രീനിവാസൻ്റെ അടുത്തൊരു പടം വരികയാണ്. എന്തായാലും അടുത്തൊരു ക്രിഞ്ച് പടം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായിരിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല പടത്തിനെ കുറിച്ച്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം അടുത്തൊരു വിനീത് ശ്രീനിവാസൻ പടം എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു 50-50 ഒരു പ്രതീക്ഷ. കാരണം OTT വന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡുകളും അതുപോലെ റിവ്യൂസിനും ഒരു സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ അടുത്തൊരു വിനീത് ശ്രീനിവാസൻ പടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പടമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 50-50 നിൽക്കുന്നത്. എന്തായാലും ഷാൻ റഹ്മാനൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും പടം നല്ലൊരു ഔട്ടായിട്ട് വരട്ടെ. എന്തായാലും കാസ്റ്റ് ആൻഡ് ക്രൂ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ അടുത്ത് തന്നെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ വിദ്യാസാഗർ മ്യൂസിക് മാജിക് ക്രിയേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഒരു റീമാസ്റ്റർ വേർഷൻ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദേവദൂതൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. ദേവദൂതൻ 4K അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൽ ഈ വരും മാസത്തിൽ തന്നെ റിലീസ് വരുന്നുണ്ട്. എന്തായാലും ഡേറ്റ് കാര്യങ്ങൾ കൺഫർമേഷൻ ആയിട്ടില്ല. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട് ആ പ്രൊഡക്ഷൻ ടീം. എന്തായാലും നമ്മുടെ ദേവദൂതൻ തിയേറ്ററിൽ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു സിനിമ പണ്ട് മിസ്സായവർക്കും ഇപ്പോൾ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി മനസ്സിലായവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് വരുന്നത്. എന്തായാലും ആ ഒരു പടം എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണാം. എന്തായാലും ആ റിലീസ് ഡേറ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്തായാലും വരും ഉടൻ തന്നെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പയാണ്. പുഷ്പ 2ൻ്റെ റിലീസ് ഡേറ്റുകൾ മാറ്റി വയ്ക്കുമെന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു ബസ് ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. എന്നാൽ ഇപ്പോൾ ആ കാര്യം കൺഫേം ആയിരിക്കുകയാണ്. August 15 എന്നുള്ള ഡേറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ December 6 പുഷ്പ 2 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ദ ഹണ്ട് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഒഫീഷ്യൽ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റർ ഇത്തിരി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും പടം അതുപോലെ അടിപൊളിയാവുമെന്ന് വിചാരിക്കാം. എന്തോ ഷൂട്ടിങ്ങിൻ്റെ എന്തോ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കാര്യങ്ങൾ എന്തോ ചെറിയ ഡിലേ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പടത്തിന് ഇത്രയും വലിയൊരു ഗ്യാപ്പ് വീണ്ടും ഇട്ടത്. എന്തായാലും നമ്മുടെ സുകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പുഷ്പ 2 അടുത്തൊരു ഇന്ത്യൻ സംഭവം തന്നെ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ആ ഒരു ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. അടുത്ത ട്രെയിലർ അപ്ഡേറ്റുകളൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലാണ്. പടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. പടത്തിന് നല്ലൊരു ബുക്കിംഗ് ഈ ഒരു വീക്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പടത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുള്ളത് സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ പടത്തിൻ്റെ ഒരു OTT റിലീസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പോസ്റ്റർ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തു. എന്നാൽ പടത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടില്ല ആ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ. എന്നാൽ ചെറിയൊരു ഫോട്ടോ, ഒരു സൂചന മാത്രമായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും നാളുകളിൽ പടത്തിൻ്റെ ഒരു OTT അപ്ഡേറ്റ് നമുക്ക് വരുന്നതാണ്. എന്തായാലും പടം OTTയിൽ വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ജനപ്രീതി നേടാൻ സാധ്യതയുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോബിനോയുടെ അടുത്തതായി വരാൻ പോകുന്ന ഒരു സിനിമയാണ് അവറാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ ഈ നായരമലാണ് ഒരു സ്റ്റോറി. അതുപോലെ തന്നെ നമ്മുടെ ശില്പ അലക്സാണ്ടറാണ് പടം സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമാണ്. പടത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറകെ പടം ഒരു മാസ് ആക്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു പോസ്റ്ററാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിലാണ്. നമ്മുടെ ലിസ്റ്റി സ്റ്റീഫൻ അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ സുരാജ് തന്നെയാണ് മെയിൻ ക്യാരക്ടർ. പോസ്റ്റർ ഇത്തിരി ഒരു ട്രിക്കി പോസ്റ്ററാണ്. കാരണം സുരാജ് മാത്രം ഹാപ്പി ആയിരിക്കുന്നതും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ വിറച്ചിരിക്കുന്നതുമായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് പോസ്റ്ററാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും പടത്തിൻ്റെ ഒരു ഔട്ട് എന്തായിരിക്കുമെന്ന് ഇപ്പോഴേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോ ആണോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നല്ലൊരു പോസ്റ്ററാണ്. വരും നാളുകളിൽ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹനീഫ് അദീനിയുടെ സംവിധാനത്തിൽ നിന്ന് മാർക്കോ എന്ന് പറയുന്ന സിനിമയിലാണ്. കിഡിലൻ ഒരു ഫസ്റ്റ് ലുക്കാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അടുത്തൊരു മോളിവുഡ് ആനിമൽ ആയിരിക്കുമോ മാർക്കോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും വരും അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.
മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൂരി ജഗന്നാഥ് സംവിധാനം ചെയ്യുന്ന അടുത്തൊരു പടത്തിൻ്റെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശിവകാർത്തികേയൻ അതുപോലെ തന്നെ ARM പടത്തിൽ നമ്മുടെ വിക്രാന്ത് ഒരു നല്ലൊരു വേഷത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കിങ് ഓഫ് കൊത്തയിലെ കണ്ണൻ ബായും വരുന്നുണ്ട് പടത്തിൽ. എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള 2 പോസ്റ്ററുകൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂ അപ്ഡേറ്റ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ആ ഒരു പോസ്റ്റേഴ്സ് റിലീസിനായിട്ട് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ AR മുരുകദോസ് അടുത്തൊരു പടമായിട്ട് വരികയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല, നമ്മുടെ കണ്ണപ്പ എന്ന് പറയുന്ന ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു സ്റ്റില്ല് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തിട്ടതാണ്. എന്തായാലും നമ്മുടെ ലാലേട്ടൻ്റെ നല്ലൊരു വേഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കണ്ണപ്പയുടെ ടീസർ അത്ര വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും പടത്തിൻ്റെ അവസ്ഥ കണ്ടു തന്നെ അറിയണം. വലിയൊരു ഹാൻവാസിൽ വരുന്ന പടമാണ്. നമ്മുടെ ലാലേട്ടൻ എന്തായിരിക്കുന്ന റോളെന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. എന്തായാലും സിനിമ അപ്ഡേറ്റുകൾക്ക് നമ്മൾ എന്നും വീഡിയോസ് വരുന്നതാണ്.